എടാ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ ഇവിടുന്ന് അതുവരെ വരണ സമയം അത്രേ ഉള്ളൂ. ഓ ഇവിടെ പൊന്നെ പറയണ കേള്, എനിക്ക് ഓർമ്മയുണ്ട്, സമയമെല്ലാം ഓർമ്മയുണ്ട്. ഞാൻ ഇതാ ഇറങ്ങി ഇവിടുന്ന്. ആ നീ ഒന്ന് സമാധാനം നീ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണ്ട, അതാ ഇറങ്ങി. തങ്കം തങ്കം ഞാൻ ഇറങ്ങുന്നു, കഴിക്കാനൊക്കെ ഒന്നുമില്ല ഇവിടെ. അയ്യോ ഇറങ്ങല്ലേ എടുത്ത് വെക്കാൻ. ദോശ ആയതേ ഉള്ളൂ, കറി ഒന്നാ ചമ്മന്തി ഒന്ന് താളിക്കണം. ക്ലീറ്റോ എന്റെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് രാവിലെ പോകണമെന്ന്. ക്ലീറ്റോ എന്തിനു ദേഷ്യപ്പെടുന്ന ക്ലീറ്റോ? രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് പല്ലും തേച്ച് കയറിയത് അടുക്കളയിലോട്ട്. ആരെങ്കിലും വിളിച്ച കഥ പറഞ്ഞോണ്ടിരിക്കല്ലോ ഫോണില്. ആര് വിളിച്ചിട്ട്? നിനക്കിപ്പോ ഫോൺ വരല് കൂടല്ലേ? ഫോൺ വരെ കൂടെ ക്ലീറ്റോനെക്കാളും തിരക്കുള്ള ഒരാളാണ്. എന്നിട്ട് ഞാൻ വീട്ടിലെ മുഴുവൻ പണിയെടുത്തിട്ട് ഞാൻ പോണത്. ഞാൻ എന്താ ഒരു ആവശ്യത്തിന് പോവാ ഇറങ്ങിയാണ്. അവിടെ പൊക്കാന്ന് പറഞ്ഞാൽ നീ ഞാൻ പോട്ടെ. അവിടെ ക്ലീറ്റോ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എന്നെ ഒരു കൈ സഹായിക്കാൻ പാടില്ല. ഇന്നലെ വന്ന് തന്നെ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടാ കിടന്നു, അറിയാലോ. അതുപോലെ തന്നെ എല്ലാവർക്കും പറഞ്ഞല്ലേ എനിക്ക് നേരത്തെ പോണോന്ന്. പിന്നെ എന്നിട്ട് ഈ ഞാനും അതിന് ഇത്ര എന്ത് മലമറിക്കാന്? ദോശ തന്നെ കല്ലിലോട്ട് നിങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ ഒന്ന് താളിക്കാൻ വേണ്ടി 2 വേപ്പില എടുത്തിട്ട് ആ കല്ലിൽ എടുക്കാൻ പോണേ ഉള്ളൂ. ക്ലീറ്റ് ഞാൻ ആ വേപ്പില എടുത്തിട്ട് വരാപ്പോഴത്തേക്ക് ആ ദോശ ഒന്ന് മറിച്ചിട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞു. തിരിക്കാൻ പോണം. ചെല്ല്. ഇത്ര കഷ്ടമാണ്. ഒരു കാര്യം പറഞ്ഞ സമയത്ത് ആ വായി നോക്കിയാണെങ്കിൽ കിടന്ന് വിളിയല്ലേ. ഡാഡി ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഡാഡി എവിടെ പോയി? നീ എവിടെ പോയിരുന്നു? ഞാൻ ബോളും കളിച്ചോണ്ടിരുന്നു. ഫുൾ ടൈം കളി തന്നെ, പഠിത്തമൊന്നുമില്ല. ഞാൻ പഠിക്കുന്നൊക്കെ. പിന്നെ ഇന്നലെ ഞാൻ പറയണോന്നിരുന്നായിരുന്നു, ഡാഡി വന്നപ്പോ ലേറ്റ് ആയില്ല, അപ്പൊ ഞാൻ ഉറങ്ങിപ്പോയി. ഡാഡി ഇരിക്കല്ലേ, നീ പറ എന്താന്ന് പറയാനുള്ളത് നിനക്കിനി. ശരിക്കും ഡാഡിയുടെ ജോലി എന്താണ്? ഡാഡിയുടെ ജോലി എന്തോന്നെന്ന്? ഡാഡിയുടെ ജോലി എന്താണ്? രാഷ്ട്രീയം. രാഷ്ട്രീയോ? ടീച്ചർ പറഞ്ഞ് അതൊരു ജോലിയല്ല, അതൊരു സേവനമാണെന്ന്. ടീച്ചർ ഇതിപ്പോ എന്തിനാ അതൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്ന കാര്യം എന്തോന്ന് ടീച്ചർ? ഇന്നലെ എല്ലായിടത്തും ചോദിച്ച് അവരച്ഛൻ്റെ അമ്മേരൊക്കെ ജോലി എന്തോന്നെന്ന്. എൻ്റെ കൂട്ടുകാരന്മാര് ഡോക്ടർ, എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞ്. അല്ല ഇനി അടുത്ത ക്ലാസ്സിൽ പോകുമ്പോഴേ ടീച്ചർ പറഞ്ഞ് ഡാഡിയുടെ ജോലി എന്തോന്നെന്ന് ചോദിച്ചിട്ട് വരണമെന്ന്. എന്തോന്ന് ഡാഡി ജോലി? ഡാഡി ടീച്ചറിനോട് ഞാൻ എന്തോന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തന്നിട്ട് പോ. എന്റെ അമ്മേ, എന്തേടാ ഡാഡി? ഇതെന്താ ദോശ കരിഞ്ഞ? എന്റെ ദൈവമേ ക്ലീറ്റോ! ഡാഡി പോയോ? എവിടെ പോയി? എന്നാ നീ പല്ല് വെക്ക്. എന്നാ നിക്ക്, കൈ കഴുക. ഡാഡിയുടെ ജോലി എന്തായിരിക്കും? ആ തങ്കം, ഇതെന്നാ ഇപ്പൊ തൂക്കുന്നേ? നേരം വെളുത്ത കൊറേ ആയാലോ. ഇപ്പഴൊന്ന് സമയം കിട്ടിയത് എന്റെ പൊന്നു തമ്പിയണ്ണ. നേരം വെളുത്താ പിന്നെ ഇരിക്കാൻ നേരമില്ല, 100 കൂട്ടം പണിയാ. കൊച്ചുണ്ടാകുന്ന പിന്നെ എന്തെങ്കിലും ചെയ്തു വന്നേനെ. അതും കണക്കാ. മുറ്റൊന്നും 4 വര വരച്ച് തരും, അല്ലാതെ പണിയൊന്നും നടക്കൂല അവളെ കൊണ്ട്. എവിടെ പോയി? ഞാന് കടവരെ പോയി. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കായിരുന്നു. ഞാൻ വരുന്ന വഴിക്ക് ക്ലീറ്റോയെ വഴി വെച്ച് കണ്ടു. പുള്ളിക്ക് അസുഖം വല്ലതും ഉണ്ടോ? വല്ല വയ്യാഴിക വല്ലതും ഉണ്ടോ? ഇല്ല. പക്ഷെ അങ്ങനെയല്ലോ, സാറിന് എന്നെ കാണുമ്പോൾ പുള്ളി നല്ലതായിട്ട് സ്നേഹിക്കുകയും തിരിച്ചെന്തെങ്കിലും പറഞ്ഞ മറുപടി ഒക്കെ പറയുന്ന ആളാ. ഇന്ന് ഇച്ചിരി മൂഡ് ഓഫാ. എന്നാന്നോ, രാവിലെ 1-2 പറഞ്ഞ ഒരു ഉടക്കുടക്കി. ഒന്ന് ആലോചിച്ച് നോക്കിയാ, എനിക്ക് ഞാൻ ഒരാളുണ്ട്, എല്ലാം കൂടി ഞാൻ ചെയ്യേണ്ടത് അമ്പേണ്ണ. ഞാൻ എപ്പോഴത്തേനും കറി ആയില്ല പോകാൻ ഇറങ്ങിയപ്പോ ഒന്ന് താളിച്ചിട്ടാ മതി. അതിന് 1-2 നിനക്ക് നേരം വെളുത്ത സമയമില്ല, അങ്ങനെയാണ്. അപ്പൊ എന്റെ വെറുതെ ഇരിക്കുവോ? ഞാനും തിരിച്ചു പറഞ്ഞു. അതിന്റെ വിഷമായിരിക്കും. അല്ല ആള് ശരിയാ, ചൂടാകും ബഹളമൊക്കെ ഉണ്ടെങ്കിലും. പക്ഷെ ഇങ്ങനൊരു മുഖം ഞാൻ കണ്ടിട്ടില്ല. എന്തോ ഭയങ്കര വിഷമം, ഇങ്ങനെ തളം കെട്ടി കിടക്കുന്ന പോലൊരു തോന്നല എനിക്ക്. എന്താ സംഭവിച്ചെന്നാ? അതുപോലെ വഴക്കുണ്ടാക്കിയാണോ പോയ പുള്ളി?
ഇല്ല, സാധാരണ പറഞ്ഞ പോലെയൊക്കെ പറഞ്ഞുള്ളൂ. എന്നാ ഉണ്ട്, നല്ല വിഷമമുണ്ട് പുള്ളി. ഞാൻ ആലോചിക്കും ചെയ്തടാ, ഈ മനുഷ്യൻ സാധാരണ ഞങ്ങളെ ഒന്നും മറ്റും പറയുന്നതാണ്, നടൻ അടിച്ച ബഹളമൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനൊരു മുഖം ഞാൻ വാവിട്ട് വല്ലതും പറഞ്ഞോ ഇനി? ഇല്ലേ? ഇല്ല, കഴിച്ചില്ല, കഴിക്കാതെ ദേഷ്യത്തിൽ അങ്ങ് ഇറങ്ങിപ്പോയി. എന്താ അപ്പൊ ഒന്നും കഴിക്കാതെ ഇറങ്ങി പോയതാ? ആ, അപ്പൊ പിന്നെ വിശപ്പിന്റെ ആയിരിക്കാം വിഷമം. നല്ല പോലെ ഉണ്ട് മുഖത്ത് കേട്ടോ. വിശപ്പിന്റെ കാര്യം പറയും, എനിക്ക് നല്ല വിശപ്പ്. ഞാൻ പോട്ടെ, മണി 11 ഇപ്പോഴും തൂത്തോണ്ടിരിക്കുക. ആ പുള്ളി ഒന്ന് ശ്രദ്ധിച്ച കേട്ടോ, എന്തോ ഒരു കുഴപ്പമുണ്ടോ പോലെ തോന്നുന്നു. വിശന്നിട്ടോ? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തക്കുടും ഇങ്ങനെ ചോദിക്കും. ഇപ്പൊ 7 വയസ്സായിട്ടായുള്ളൂ. അപ്പൊ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇതല്ല ഇതിലപ്പുറം പലതും ചോദിക്കൂലേ? ഇല്ലാലേ, ഇപ്പോഴത്തെ പിള്ളേർ ഇച്ചിരി ഐക്യു കൂടുതലുള്ള പിള്ളേരാണ്, നമ്മളെപ്പോലൊന്നും അല്ല. അവർ ചോദിച്ചില്ലെങ്കിലേ ഉള്ള അത്ഭുതം. അളിയെ പിന്നെ രാഷ്ട്രീയം നമുക്കൊരു തൊഴിലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, അതൊരു പൊതുസേവനമാണ്. പിന്നെ അളിയൻ ഇതുപോലെ നേരിട്ടതാണ്. മുത്തിനെ അപ്പൊ അഡ്മിഷൻ കൊണ്ടുപോയപ്പോ ഉണ്ടല്ലോ, അവിടുത്തെ പ്രിൻസിപ്പൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് ചെയ്യുന്നു. അപ്പൊ നമ്മള് പൊതുപ്രവർത്തനം ഒന്ന് പറയാനല്ലേ പറ്റൂ. അവിടെ വന്ന ബാക്കി പിള്ളേരുടെയൊക്കെ രക്ഷകർത്താക്കള് ഡോക്ടർ, എഞ്ചിനീയർ, അങ്ങനെ പല മേഖലയിലുള്ളവരല്ലേ. അതുകൊണ്ടേ സത്യം പറഞ്ഞ വല്ലാത്തൊരു ഇതാണ്. അല്ലടിയാ, ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. നാളെ എൻ്റെ പിള്ളേർ ഇത് ചോദിക്കൂലേ? സത്യം പറഞ്ഞാൽ നമ്മൾ ഇതുമായിട്ട് നടന്നിട്ട് കാര്യം, സംഭവം ശരിയാണ്. നാളായിട്ട് നടന്നിട്ട് കാര്യമില്ല എന്ന് പറയില്ലേ സാറേ? നമ്മൾ ചെയ്യണ ഒരു സേവനമാണ്, പക്ഷെ അതിനൊരു വിലയില്ല. അളിയ മെമ്പർ സ്ഥാനം പോലും ഇല്ലല്ലോ അളിയ. ഒരു മെമ്പർ സ്ഥാനം ഉണ്ടായിരുന്നു, മെമ്പർ എന്നെങ്കിലും പറയായിരുന്നു. ഇനിയിപ്പം തങ്കം മെമ്പറാണെങ്കിൽ നമുക്ക് തങ്കത്തിന്റെ ജോലി അളിയന്റെ ജോലി എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ പിള്ളേർ ഇതെല്ലാം ചിന്തിക്കും. പിള്ളേർ ചിന്തിക്കുന്നത് എന്താണ്, എൻ്റെ ഡാഡിക്ക് എന്താണ്, അവർ സ്കൂളിൽ ചെല്ലുമ്പം കൂടെ പഠിക്കുന്ന പിള്ളേരുടെ ഡാഡിമാരൊക്കെ നല്ല ജോലിയുള്ള ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ബിസിനസ്സുകാർ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവർക്കൊരു ഇതുണ്ടാവും. നമ്മൾ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പിള്ളേരെ സ്കൂളിൽ വിട്ട ഈ ടീച്ചർമാരെന്തിനാണ് തന്ത എന്ത് ചെയ്യണം, തള്ള എന്ത് ചെയ്യണമെന്നൊക്കെ അന്വേഷിക്കുന്നത്? പിള്ളേരെ പഠിപ്പിച്ചാൽ പോരാ, അവർ നമ്മൾ ഫീസ് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതൊക്കെ അന്വേഷിച്ചിട്ട് ചെക്കഞ്ഞിട്ട് പിള്ളേരെ വിളിച്ചു ചേർത്ത് അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാവും. പിന്നെ അവരിതൊന്നും ചോദിക്കില്ലേ വീട്ടിൽ? അളിയ അതെ, നമ്മൾ ഈ വലിയ മാനേജ്മെന്റ് സ്കൂളിൽ പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റാനുള്ള കുഴപ്പം ഇതാ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പിള്ളേരെ ആരും ഗവൺമെന്റ് സ്കൂളിൽ വിടത്തില്ലല്ലോ. സർക്കാർ സ്കൂളിൽ വിട്ടു നോക്ക്, ഒരു പ്രശ്നവുമില്ല. സർക്കാർ സ്കൂളിൽ അധ്യാപകരും പിള്ളേരെ പഠിപ്പിക്കും, അവരവരെ പാട്ട് നോക്കും പോകും. നിന്റെ അച്ഛനെ എന്ത് ചെയ്യുന്നത്, നിന്റെ അമ്മ എന്ത് ചെയ്യുന്നത് അവർ തിരക്കത്തില്ല. പിന്നെ എന്തായാലും ഇമാർ വല്ല കുഴപ്പമുണ്ടാക്കിയാൽ നീ അച്ഛനെ വിളിച്ചോണ്ട് വാന്ന് പറയും. ഇവിടേക്ക് എനിക്ക് തോന്നുന്നു ഈ രക്ഷകർത്താക്കളുടെ ജോലിയും നിലയും വില അനുസരിച്ചായിരിക്കും കുട്ടികൾക്ക് മുൻതൂക്കം കൊടുക്കണമെന്ന് തോന്നുന്നു. ആണ്, ഉറപ്പല്ലേ? എന്നാലേ ഞാൻ ചെറുക്കനോട് എന്ത് മറുപടി പറയുന്നതാണ്. അവനൊരു ഉത്തരം കൊടുക്കാതെ എനിക്കിന്ന് വീട്ടിലോട്ട് കയറാൻ പറ്റില്ല സാറേ. ഉത്തരം കൊടുക്കണം അല്ലേ? അതിന് എൻ്റെ കയ്യിലൊരു വഴിയുണ്ട്. ആളെ ധൈര്യമായിട്ടിരിക്കും. ഹലോ മുത്തുലക്ഷ്മി. പിന്നെ നടരാജൻ ഉണ്ടോ അവിടെ? ആണോ? എവിടെ പോയിന്ന് വല്ലതും പറഞ്ഞോ? ഓ, ഒന്നുമില്ല, ക്ലീറ്റോനെ വിളിച്ചിട്ട് കിട്ടണില്ലേ? ആ അതെ, അതെ പോവാറുണ്ട്. അല്ല, എന്തോ ഇങ്ങനെ എന്തോ വിഷമമുള്ള പോലെയൊക്കെ ഇങ്ങനെ തമ്പിനെ ക്ലീറ്റോനെ വഴിയിൽ വെച്ചിട്ടുണ്ടപ്പോൾ ക്ലീറ്റോ എന്തോ വിഷമിച്ചിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്താണെന്നറിയാത്തതുകൊണ്ട് ഒരാദി. അതെ അതെ. ഭക്ഷണമൊക്കെ കഴിച്ചാ? ആ ഇല്ല, ക്ലീറ്റോ വന്നിട്ട് കഴിക്കാന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുന്നു. എന്നാ ശരി. ആ ഓക്കെ, ഗുഡ് നൈറ്റ്. ആ ഓക്കെ. അമ്മ ഓ വാ, എനിക്ക് ഉറക്കം വരുന്നു. ഒന്ന് പോയി കിടന്നു, അമ്മ ഇച്ചിരി കഴിഞ്ഞിട്ട് വരാം. ഡാഡി വരട്ടെ, എന്നിട്ട് വരാം. എനിക്ക് അമ്മ കിടന്നു കഴിഞ്ഞ. ഓ ഡാഡി വന്നില്ലേ? ഡാഡി വന്നില്ലടാ. ഡാഡിക്ക് എന്തോ പറ്റിയെന്തോ. എന്ത് പറ്റി? ഡാഡി വിളിച്ചിട്ടും എടുക്കുന്നില്ല,
രാവിലെ അമ്മ മുറ്റടിച്ചപ്പോഴേ നമ്മുടെ തമ്പിമാമനില്ലേ, തമ്പിമാമൻ പറഞ്ഞു ഡാഡീനെ വഴിയിൽ വെച്ച് കണ്ട് ഡാഡി എന്തോ ഭയങ്കര വിഷമത്തിലിരിക്കുവാന്ന് പറഞ്ഞു. വിഷമോ? ഓ എന്തിന്? അതാ അമ്മയ്ക്കറിയാത്ത. അമ്മയും ഡാഡി എപ്പോഴും വഴക്കുണ്ടാക്കണല്ലേ. രാവിലെ പോയപ്പോ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ, ചിലപ്പോ കഴിക്കാത്തോണ്ടായിരിക്കും. അല്ലമ്മ, ഞാൻ ഡാഡിയുടെ അടുത്ത് ജോലിയുടെ കാര്യം ചോദിച്ചിന്, അതാണോ? എന്ത് ജോലിയുടെ കാര്യം ചോദിച്ചിന്, അതായിരിക്കും ഡാഡിക്ക് വിഷമം. നീ എന്ത് ചോദിച്ചു? ഞാൻ ഇങ്ങനെ ബോളും കളിച്ച് വരെയായിരുന്നു. അപ്പൊ ഇന്നലെ പറയണോന്നിരിക്കുകയായിരുന്നു. എന്താന്ന്? അത് ജോലി ടീച്ചർ പറഞ്ഞ് എല്ലാരും അച്ഛന്മാരെ ജോലി പറയാൻ പറഞ്ഞു. എന്റെ കൂട്ടുകാരന്മാരെ എഞ്ചിനീയർ, ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞ് രാഷ്ട്രീയമാണെന്ന്. എന്താ കുഴപ്പം? രാഷ്ട്രീയമല്ല ഡാഡിയുടെ ജോലി. അപ്പൊ ടീച്ചർ പറഞ്ഞ അതൊരു ജോലിയല്ല, അതൊരു സേവനമാണെന്ന്. എന്നിട്ട് നീ ഡാഡിനോട് അങ്ങനെ പറഞ്ഞോ? അന്നേ മക്കൾ പോയി കിടന്നു. അമ്മയും വാ. അമ്മ വരാം. കുഞ്ഞവിടെ പോയി ഉറങ്ങുമ്പോഴത്തേക്ക് അമ്മ അടുത്ത് വന്ന് കിടന്നു ഉറങ്ങും. ഒരു ഉമ്മ തന്നെ. സുന്നടി മോനാണ്. ചെല്ലി പോയി കിടന്നുറങ്ങിക്കോ. എന്നാലും ഞാൻ ആലോചിക്കുന്നതേ, ടീച്ചർ പറഞ്ഞിട്ടാണെങ്കിലും അവനിതൊന്നും അവനോട് ചോദിച്ചല്ലോ. തക്കുടേ, സംഭവം സത്യമാടി. നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഇതൊരു തൊഴിലായിട്ട് കൊണ്ട് നടക്കുന്നത്. അന്യ രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഇതൊരു സേവനം മാത്രമാണ്. അവർക്കൊക്കെ വേറെ ജോലികളുണ്ട്. എനിക്കതൊന്നുമല്ല. ആ കൊച്ചങ്ങനെ ചോദിച്ചപ്പോൾ ക്ലീറ്റോച്ചന്റെ മനസ്സ് എന്തോരം വേദനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ ഇപ്പോഴും വരാത്തത്. നിങ്ങളൊക്കെ ഇത് ഏത് ലോകത്ത് ജീവിക്കുന്നതേ? ഏതെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞിട്ട് അവന്റെ മനസ്സ് വിഷമിച്ചായിട്ട് നമുക്കറിയാമോ? അവൻ ഇതുവഴിയായിട്ട് ഇതുവഴി കളയും. ഇത് പക്ഷേ വിഷമിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവാത്ത ഈ ക്ലീറ്റോന് എത്ര വയസ്സുണ്ടെന്നാ. ഒരു കുഞ്ഞു വെച്ച് എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പിണങ്ങി എവിടെയെങ്കിലും പോയിരിക്കേണ്ട കാര്യമുണ്ടോ? ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല. പറഞ്ഞത് മനസ്സ് അത്രയ്ക്കും വേദനിച്ചിട്ടുണ്ട്. പിന്നെ അത്രയ്ക്ക് വേദനിക്കാൻ സ്വന്തം കൊച്ചല്ലേ പറഞ്ഞത്, അല്ലാതെ കരക്കാരൊന്നും കളിയാക്കിയൊന്നുമല്ലല്ലോ. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ മോൻ ഈ പ്രായത്തിൽ ഈ ചോദ്യം ചോദിച്ചെങ്കിൽ ഇവന്റെ പല ചോദ്യങ്ങൾക്കും ഉത്തരം തേടിയാണ്. നിർത്തിക്കോട്ടെ, അവനോട് ചെറിയ വയലിൽ വലിയ വർത്താനം പറയുന്നു. പിന്നെ അവനാണോ അതിന് കൊച്ചെന്ത് ചെയ്യാൻ? അതിന്റെ മനസ്സിൽ കളങ്കം ഇല്ലാത്തതുകൊണ്ട് ടീച്ചർ പറഞ്ഞ കാര്യം ശരിയായ കാര്യം. സ്വന്തം തന്തയുടെ എന്താ ജോലി ചോദിച്ചു. അപ്പൊ അവൻ എന്ത് പറഞ്ഞു? രാഷ്ട്രീയം പറഞ്ഞു. അപ്പൊ ടീച്ചർ എന്ത് പറയും? വിവരമുള്ള ടീച്ചർ പറയും രാഷ്ട്രീയം ഒരു സേവനമാണ്. അല്ല എന്താ തെറ്റ്? മതി. ഏട്ടൻ സന്തോഷിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന അവൻ വല്ല വെള്ളം അടിച്ച് വല്ല പാർട്ടി കൊല്ലം പോയിട്ടുണ്ടാവാൻ. അല്ല അവൻ ഇത് അന്വേഷിച്ച് അടക്കല്ലേ നീ? അങ്ങനെയൊന്നും ചെയ്യൊന്നുമില്ല. അല്ല പാർട്ടിക്കോ? ഉത്തരം കണ്ടെത്തിട്ട് വരെയാണ്. ഇത് എവിടെയായിരുന്നു ക്ലീറ്റോ? ഫോൺ എടുത്താൽ എന്താ നിങ്ങക്ക്? മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയേക്കുവാണ്. ആദ്യം പിടിച്ചുപോയി. അൻസാറിനെ വിളിച്ചിട്ട് എടുക്കണില്ല, നടരാജനെ വിളിച്ചിട്ട് എടുക്കണില്ല. എവിടെയായിരുന്നു? എന്തായിരുന്നു പ്രശ്നം? എവിടെ പോയേക്കായിരുന്നെന്ന്? എവിടെ പോയിരുന്നേ? എവിടെ വിളിക്കാൻ ഫോൺ എടുത്തു എനിക്ക്. നീ മണത്തൊക്കെ പോലീസ് പെട്ടിയാ? പോലീസ് പെട്ടിയും പൂച്ചൊന്നുമല്ല. നിന്റെയൊക്കെ താമസിച്ചുള്ള വരവ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ജീവിതത്തിലെ ചിലരിൽ നിന്നൊക്കെ നമ്മൾ അപ്രതീക്ഷിതമായിട്ടൊരു ചോദ്യമൊക്കെ വരുമ്പോൾ നമ്മളത് മനസ്സിന് അല്ലാതെ നമുക്ക് ആഴത്തിലത് കൊള്ളും. അങ്ങനെ വരും. പിന്നെ അതിൻ്റെ ഒരു ഇതിലായിരുന്നു ഞാൻ. അറിഞ്ഞാണോ ഒരിക്കലല്ലേ അല്ലേ പിന്നെ മോൻ എന്നോടൊരു ചോദ്യം ചോദിച്ചത്? കൊച്ചല്ലേ, പോട്ടെ. അല്ല, ചെറുതാണെങ്കിലും അവൻ ചോദിച്ചാൽ അതിലൊക്കെ വലിയ കാര്യങ്ങളുണ്ട്. ഈ പൊതുപ്രവർത്തനം എന്ന് പറയുമ്പം അത് ചെയ്യണവർക്ക് ഭയങ്കര മാനസിക സംതൃപ്തി ആയിരിക്കും. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എപ്പോഴും അവരുടെ മുമ്പിൽ പിടിച്ചോറിക്കാരൻ അല്ലെങ്കിൽ കൊള്ളക്കാരൻ കൈയിട്ട് പറഞ്ഞൊക്കെ ആയിരിക്കും. എന്തായാലും ഞാനേ ഇപ്പം എല്ലാവരും കേൾക്കാനായിട്ട് പറയണം, ഞാനൊരു ചെറിയൊരു ബിസിനസ് സംരംഭം തുടങ്ങാനായിട്ടൊരു കട ഞാനിഞ്ഞ് വാങ്ങി. ഒരു ജ്യൂസ് കട. അത് നമ്മളെ ഈ ഇവിടുന്ന് നെടുമങ്ങാട് പോണ വഴിക്ക് കരകുളം പാലത്തിൻ്റെ അടുത്തായിട്ടേ അവിടെ ഒരു ആലൊക്കെ നിൽപ്പുണ്ട്. അവിടെ ട്യൂട്ടോറിയം അത് ഇതൊക്കെയാണ്. അതിൻ്റെ അടുത്തൊരു ജ്യൂസ് കട നമ്മുടെ അൻസാറിൻ്റെ ഒരു പരിചയക്കാരൻ നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പം അവന് ഇത് വയ്യാകിയൊക്കെ ആയി, പിന്നെ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ കൊടുക്കായിട്ടിരിക്കുകയാണ്. പിന്നെ അവിടെ പോയി അത് സംസാരിച്ച് അപ്പോൾ ധാരണയായി. ആ ചോദ്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് പൈസ തരാനൊക്കെ ആളുകളുണ്ടേ. ആ വിവരം അറിഞ്ഞപ്പോൾ ആവിധ അവളെ കിടന്ന വള ഊരി തന്ന് അത് കൊടുത്ത് 50,000 രൂപ അഡ്വാൻസ് കൊടുത്തിരുന്നു. അതും ക്ലിയർ ചെയ്ത് പിന്നെ അവിടെ ഇരിക്കുന്ന ബാക്കി സാധനങ്ങൾക്കെല്ലാം കൂടി ഒരു 1 ലക്ഷം രൂപ അങ്ങനെ പൈസ തന്ന്
ഞാൻ ഇനിയിപ്പം മറ്റന്നാൾ പോലെ മിക്കവാറും മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്ത് അങ്ങ് പ്രവർത്തനം ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നത്. നന്നായി. പിന്നെ ഞാൻ അങ്ങനെ ഒരു പൊതുപ്രവർത്തനം വിത്ത് ബിസിനസ് മാൻ. അപ്പം എൻ്റെ മോനോട് പറയാമല്ലോ ഡാഡി ഒരു ബിസിനസ് മാൻ ആണെന്ന്. അവനെവിടെ? കൊച്ചുറങ്ങി നോക്കിയിരുന്നു. അയ്യോ സാരമില്ല, കുഴപ്പമില്ല, അവൻ ഉറങ്ങട്ടെ. രാവിലെ കഴിഞ്ഞിട്ട് അവനോട് ഈ വിവരം പറയാമല്ലോ. അവൻ കൊച്ചു കാരണം ഇങ്ങനെ ആയല്ലോ. ടീച്ചറിനോട് പറയാമല്ലോ അവൻ്റെ ഡാഡി ഒരു ബിസിനസ് മാൻ ആണെന്ന്. ഈ അമ്മ പറയാറില്ലേ ഈ വലിയ കട അഴിയാത്ത ചെറിയ കട അഴിയൊന്ന്. എന്താ? വലിയ കടയിൽ അഴിയാത്ത ചെറിയ കട അഴിയൊന്ന്. വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. ചില ചെറിയ കാര്യങ്ങൾ മതി. ഒന്നല്ലേ? ശരിയാ. ശരി, വാ, നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ തന്നാൽ കൊള്ളാം. രാവിലെ ഉള്ള അലച്ചിലാണ്. വാ. നമുക്കൊരു 25 പഫ്സ്, മുട്ട 25 മുട്ട പഫ്സ്, 25 ചിക്കൻ, 25 വെജ്, അങ്ങനെ മതി. കട്ട്ലറ്റ് വെജും നോൺ വെജ് രണ്ടും ആയിക്കോട്ടെ. മീറ്റ് റോൾ വേണ്ട, മീറ്റ് റോൾ നമുക്ക് നോക്കിയിട്ട് ഞാൻ പറയാം. ശരി ശരി ശരി, ഓക്കെ. മറ്റേ ഇതൊക്കെ കൊണ്ട് തരണ ടീമാ. അത് ഓർഡർ എത്ര വേണമെന്നല്ലേ? ഓർഡർ കൊടുത്തു ഞാൻ. മോനെവിടെ? ഉറങ്ങുന്നവൻ എണീറ്റില്ലേ? ശരി, ഞാൻ 2 പ്രാവശ്യം പോയി നോക്കിയപ്പോൾ നല്ല ഉറക്കം. അതാ ഞാൻ വിളിക്കാത്തത്. എനിക്ക് അവനോടെ ആ മറുപടിയും കൊടുത്താലേ ഒരു സമാധാനമുള്ളൂ. പോകലിട്ടോ കൊച്ചു. അതെ, അതല്ലല്ലോ, അവൻ കൊച്ചാണ്. പക്ഷേ ഞാൻ പറയാൻ നമ്മൾ വലുതല്ലേ. നീ അവനെ വിളിച്ചിട്ടുണ്ടെന്ന് കൊച്ചറിയട്ടെ ഡാഡി ആരാണെന്ന് എന്താണെന്നൊക്കെ ഒന്ന് അറിയട്ടെ. പൊന്നേ, അമ്മയുടെ പൊന്നേ, ചക്കരേ, കുഞ്ഞേ എഴുന്നേറ്റേ. ഓ കൊതുക്, എഴുന്നേറ്റേ, എഴുന്നേറ്റടാ, എഴുന്നേക്കടാ. എഴുന്നേക്ക്. സമയം എന്തോരമായി? എന്തൊരു ഉറക്കം ഉറങ്ങണം. ഇന്നലെ എപ്പോ കിടന്നതാ? ഒരു കാര്യമുണ്ട്, ഒക്കെ ഉണ്ട്. ഇന്നലെ നീ ഡാഡിനോട് എന്നാ ചോദിച്ചേ? എന്തോ ജോലി. അപ്പൊ ഡാഡി അതിന് ഉത്തരവായിട്ട് വന്നേക്കുവാ. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഡാഡിനോട് പോയി ചോദിക്കണം. ബാ, ഡാഡി നിന്നെ നോക്കിയിരിക്കുന്ന അവിടെ. എന്തോ ജോലി എന്തോ ജോലി എന്നൊക്കെ ഡാഡി പറയും. ഫ്രൂട്ട്സ് നമ്മൾ നേരിട്ട് വന്ന് എടുത്തോളാം, കൊണ്ടുവരണ്ട കേട്ടാ. ഘട്ടം വേണോ കുഞ്ഞിന്? എന്തോന്ന് ഉറക്കടാ ഇത്? ഈ പ്രായത്തിലെ പിള്ളേർ രാവിലെ എഴുന്നേക്കണ്ടേ? ഡാഡി 2 പ്രാവശ്യം വന്ന് നോക്കിയപ്പോഴും നീ കൂർക്കം വലിച്ചിട്ട് ഉറങ്ങായിരുന്നു. പായൊന്നും കഴിയില്ല അല്ലേ? അതേ, എൻ്റെ മക്കൾ ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചില്ലേ ഡാഡിയുടെ അടുത്ത്? ഡാഡിയുടെ ജോലി എന്താണെന്ന് ചോദിച്ചില്ലേ? അതിനുള്ള ഉത്തരം ഡാഡിയുടെ കയ്യിലുണ്ട്. ഇന്നലെ പിന്നെ ഡാഡി തിരക്കായി പോയിട്ടാണ് പറയാൻ പറ്റാത്തത്. ഡാഡി എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇനി പറയണം ഡാഡി ഒരു ബിസിനസ് മാൻ ആണെന്ന് പറയാം. നമുക്കൊരു ബിസിനസ്സും ഇല്ലല്ലോ. എന്നാ നമുക്കൊരു ബിസിനസ് ഉണ്ട്. ഡാഡി ഒരു പുതിയ ബിസിനസ് തുടങ്ങി, ബേക്കറി ആൻഡ് ജ്യൂസ്. ഡാഡി ഒരു കട എടുത്ത് നമ്മൾ തുടങ്ങി, നമ്മുടെ സ്വന്തം കട. അപ്പൊ ഇനി ധൈര്യമായിട്ട് ടീച്ചറുടെ അടുത്തും ഫ്രണ്ട്സിനെ എല്ലാവരും നിർത്തിയിട്ട് പറയണം എൻ്റെ ഡാഡി ഒരു ബിസിനസ് മാൻ ആണെന്ന്. ബേക്കറി ബിസിനസ് ആൻഡ് ജ്യൂസ് ബിസിനസ്. ഇനി ഇടയ്ക്കിടയ്ക്ക് തക്കട് പോലും പപ്സ് കഴിക്കാം, ജ്യൂസ് കഴിക്കാം. എനിക്ക് സ്കൂളിൽ പോയിട്ട് ടീച്ചറിന്റെ അടുത്ത് ധൈര്യമായിട്ട് പറയാലോ എൻ്റെ ഡാഡി ഒരു ബിസിനസ് മാൻ ആണ്. അമ്മ യൂണിഫോം ഒക്കെ എടുത്ത് എനിക്ക് സ്കൂളിൽ പോകണം. ഇന്ന് നീ പോണ്ട. കൊച്ചു പോട്ടെ. എനിക്ക് ടീച്ചറിന്റെ അടുത്ത് പോയി ആദ്യം പല്ല് കഴിച്ച് കക്കൂസിലൊക്കെ ഇരിക്കടാർക്കാ. പോട്ടെ. ചെന്ന് കുളിക്കട്ടോ. തല തുടയ്ക്കാൻ നേരത്തെ അമ്മേനെ വിളിക്കണേ. അവന്റെ സന്തോഷം കണ്ടില്ലേ? ഞാൻ പിന്നെ കൊച്ചിനും കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും ഉണ്ടാകട്ടെ. ബിസിനസ് മാൻ. സാറേ,
എവിടെ? എപ്പോ? എങ്ങനെ? ആ ഇടിച്ചു കയറിയാ? അപ്പുറത്ത് വാ. ഞാൻ വരാം. ഞാൻ ഇപ്പൊ വരാൻ സാറേ. ഓ എന്റെ കർത്താവേ. എന്താ ക്ലീറ്റോ? നമ്മളെ കടയിൽ ഇപ്പൊ എടുത്ത ബേക്കറിയില് അവിടെ പാലക്കാട് നിന്ന് കൊലയും കൊണ്ടുവന്നൊരു ലോറി ഇടിച്ചു കയറിയത്. എന്റെ ദൈവമേ. നമ്മളെ കടയിൽ ഇടിച്ച് തൊട്ടപ്പുറത്തുള്ള ചെരുപ്പ് കടയും ആ ഒരു ചെറിയ തുണിക്കടയും അവിടേക്ക് ഇടിച്ചു കയറിയിട്ട് ലോറി തോട്ടിലേക്ക് മാറി. എല്ലാം പൊളിഞ്ഞ് നാശമായി. സാരല്ലേ, എന്തൊരു വിധിയാ ക്ലീറ്റോ ഇത്. കൊച്ചിനോട് പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടില്ല, അതിനു മുമ്പ് ലോറി ഇടിച്ചു കയറിയേക്കുന്നു. എത്ര പൈസ? ആ 2 ദിവസം കഴിയുമ്പോൾ അവന് മനസ്സിലാവും എന്ത് ചെയ്താലും പൊളിഞ്ഞു പോണൊരു ബിസിനസ്മാനാണ് എൻ്റെ ഡാഡിന്ന്. ഇത് ഞാൻ ഇതാക്കി പറഞ്ഞതല്ല, ശരിക്കും പറഞ്ഞതാ ക്ലീറ്റോ. സാരമില്ല. Audience